ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ, അതായത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം നമ്മുടെ ഈ സോളാർ ചെയ്തത് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, എന്തെങ്കിലും ദോഷമുണ്ടോ ജിൻസ, കുറേ പേര് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സോളാറിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ഫ്യൂച്ചറിൽ സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സോളാർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നവർക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിൻ്റെ തലമൂത്ത കാർന്നോരിതേ ഇന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയങ്ങളൊക്കെ ഇന്ന് പുള്ളി തന്നെ പറഞ്ഞു തരും. കമൻറ്റിൽ ചോദിച്ചോളൂ, ഞാൻ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തോളാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്ത പ്ലാനും അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും സോളാർ ആവേണ്ട വരും നമ്മൾ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ടോളൂ. അന്ന് തപ്പി നടക്കണ്ട, പ്രൊഫൈലിൽ കിടന്നോട്ടെ. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടോളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ ചെയ്തേക്കണ എൻ്റെ പ്ലാനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ റൈസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയാണ് നമുക്കിത് ചെയ്തു തന്നത്. അതിൻ്റെ പ്രൊപ്പറേറ്ററാണ് ആ നിൽക്കുന്നത്. നമസ്കാരം, പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോ. ഓക്കെ, കുറച്ചും കൂടി ഒച്ചേ പറയണം. കമ്പനിയാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ വെച്ചിരിക്കുന്നത് 10 പാനലാണ് കേട്ടോ. 10 പാനലാണ് നമ്മുടെ കയ്യിൽ വന്നേക്കുന്നത്. ഞാനിവിടെ ചെയ്തേക്കണമെന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞേക്കട്ടെ. 10 പാനലാണ് ചെയ്തേക്കുന്നത്. ഇടിവെട്ടി ഏൽക്കാതിരിക്കാനുള്ള ആ സംഭവം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മെയിൻ വാർക്ക ഒരു തരത്തിലുള്ള ബോൾട്ട് ചെയ്യുകയോ കുത്തിപ്പൊളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പൈപ്പ് വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് സൈഡിലത്തെ ഭിത്തിമയാണ് നമ്മൾ ഇതിനെ ലോക്ക് ചെയ്ത് ഉറപ്പിച്ചേക്കുന്നത്, ഇതേപോലെ ഹാങ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീക്കിങ്ങിൻ്റെ കാര്യമോ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പോൾ വേറെ ഇതിൻ്റെ ഫിറ്റിങ്സ് ഇതേപോലെ ആ ചാനലിൻ്റെ മുകളിൽ പാനൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 10 പാനലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സംശയങ്ങൾ എനിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പകലത്തെ വെളിച്ചത്തെ നമുക്ക് സോളാറിൽ നിന്ന് പാനലിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി കിട്ടുന്നു. ഓക്കെ, ഈ പാനലിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പവർ എനർജി ഉണ്ടാവുന്നു. അത് പിന്നെ നമ്മുടെ മെയിൻ മീറ്ററിലേക്കാണ് കൊടുക്കുന്നത്. AC മീറ്ററിലേക്ക്. മീറ്റർ ബോർഡിൽ വരുന്ന കറണ്ടിനെ നമ്മൾ അപ്പോൾ നമുക്ക് വീട്ടിൽ പകൽ ഉപയോഗിക്കുന്ന എത്രയാണ് കറണ്ട്, ആവശ്യമുള്ള കറണ്ട് ആ സമയത്ത് ഉപയോഗിക്കുന്ന ലോഡ് എടുത്തതിന് ശേഷം എക്സസ് ഉള്ളത് വീട്ടിലേക്ക് കയറി പോകും. ഓക്കെ, എക്സസ് ആയിട്ട് കൊടുക്കുന്നത് KSBയുടെ വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അക്കൗണ്ട് ചെയ്യുന്നു, എക്സ്പോർട്ടായിട്ട് അക്കൗണ്ട് ചെയ്യുന്നു. രാത്രി നമ്മൾ അല്ലെങ്കിൽ KSB ലൈൻ ഇല്ലാത്തപ്പോൾ രാത്രി നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഇമ്പോർട്ടായിട്ട് റീഡ് ചെയ്യുന്നു. അതിനകത്ത് ഇമ്പോർട്ടായിട്ട് റീഡ് ചെയ്യും. എക്സ്പോർട്ട് ഇമ്പോർട്ട് നമ്മുടെ ഡിഫറൻസ് എത്രയാണ്, കൂടുതൽ ഇമ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനുള്ള അതിന്റെ സ്ലാബുകൾ. ഇപ്പൊ ഇത് ഏകദേശം എത്രയാണ് വെച്ചേക്കുന്നത്? 5 കിലോ വാട്ടിന്റെ 500 വാട്ട്സിന്റെ 10 പാനൽ വെച്ചിട്ടുണ്ട്. അപ്പൊ 5000 വാട്ട്സ് കിട്ടുന്നു. 20 കിലോ വാട്ട് 20 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് വെക്കാനായിട്ട് മൊത്തം വരുന്ന ചെലവ് എത്രയാണ്, അതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മള് ക്വാളിറ്റിയിൽ കുറയ്ക്കാതെ വർക്ക് ചെയ്യാന്നുള്ള മെയിൻ ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ മതി. അതിന്റെ അടിയിലേക്കുള്ള പരിപാടികൾ. ഓക്കെ, പാനല് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള. അപ്പൊ ചെറിയ ലൈറ്റിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. ചെറിയ ലൈറ്റിൽ തന്നെ പ്രൊഡക്ഷൻ. ബൈഫേഷ്യൽ പാനലാണ്. നമ്മൾ അടിയിൽ നിന്ന് ലൈറ്റിൽ കൂടി റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നതാണ്. അടിയിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചും അതിൽ നിന്നുള്ള ലൈറ്റിനും കൂടി റിഫ്ലക്ട് ചെയ്തിട്ട് അതിനും കൂടി കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ അടിയിൽ നിന്നും മോളിൽ നിന്നും എനർജി ഉണ്ടാവുന്ന രീതിയിലുള്ള പാനലാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പാനൽ 30 വർഷം വാറന്റി ഉള്ളതാണ്. 30 വർഷം വാറന്റി ഉള്ള പാനലാണ് ഇത് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പൊ ഇതിലും കുറഞ്ഞതും ഉണ്ടാവും. 25 വർഷം വാറന്റി 30 വർഷം ഉണ്ട്. അത് കമ്പനിയെ ഡിപെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളിത് ഹാഫ് കട്ട് എന്ന് പറയും. പാനലിന്റെ ഈ പണ്ട് നടുക്ക് സെന്ററിൽ കൂടെ ഒരു കട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സപ്പോസ് ഈ ഭാഗത്തൊരു ഷെയ്ഡ് വീണാലും അപ്പൊ ഇവിടെ ഒരു ചോല അടിച്ച് ഈ തെങ്ങിന്റെ ചോല അടിച്ച് കിടന്നു കഴിഞ്ഞാലും അപ്പുറത്തെ സൈഡത്തെ പ്രൊഡക്ഷൻ കിടന്നോളൂ. ഓക്കെ ഓക്കെ, അതായത് ഇതെല്ലാം ഒറ്റ സർക്യൂട്ടിലുള്ളതല്ല, സെന്ററിൽ കൂടി വേറൊരു സർക്യൂട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള സെല്ലുകളാണ് ഇതിനുണ്ടാവുക. ഇതിൽ 132 ഉണ്ട്, 144 സെല്ലിന്റെ ഉണ്ടാവും. ഇത് 132 സെല്ലിന്റെ സോളാർ പാനലാണ്. 500 വാട്ട്സ്. 144 സെല്ലിന്റെ ഉണ്ടാവും. ഓക്കെ, അത് 540, 45, 550 വാട്ട്സിന് 144 സെല്ലാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ചെറിയ മൈനോട്ട് പോയിന്റിൽ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്തൊക്കെ ഇത് ഇവിടെ വെക്കുമ്പോൾ നമ്മൾ SS-ന്റെ ജെ ക്ലാമ്പ് ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് ഇതൊരു നമ്മൾ സെൽഫ് സ്ക്രൂ അല്ലെങ്കിൽ മറ്റുള്ളത് കൊടുത്താൽ ചിലപ്പോൾ ആണെങ്കിൽ നല്ല കാറ്റിലൊക്കെ ആണെങ്കിൽ പൊന്താനുള്ള സാധ്യത. അപ്പോൾ അതൊക്കെ നമ്മൾ കളയാൻ വേണ്ടി അങ്ങനെ ക്വാളിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും സോളാർ പാനൽ വേണം എന്നുള്ളൊരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ പറ്റും? നമ്മുടെ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്കുള്ള ഓഫർ. അപ്പൊ അമ്മാമ്മയുടെ കൊച്ചുമോനായിരിക്കും അവര് പറയുന്ന ആ ഒരു ഇത്.
ചാനൽ കണ്ടിട്ട് നമ്മൾ ഒരു ഓഫർ വരുന്നുണ്ടെങ്കിൽ അല്ല ഓർഡർ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 ഇയർ ഇതിൽ ടോട്ടൽ നമ്മുടെ പ്ലാന്റ് ഇൻഷുറൻസ് 1 ഇയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കും. കാരണം നമ്മൾ കറണ്ട് ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ വേണം. അപ്പൊ നോർമലി ഈ ഒരു പ്ലാന്റ് വെക്കുന്നവർക്ക് 1 ഇയർ ഇൻഷുറൻസ് ഉണ്ടാവില്ല. നമ്മുടെ ഈ ഒരു കണ്ടുവരുന്നവർക്ക് ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഏകദേശം എത്ര രൂപ വരും? അതല്ല നമ്മള് ഇൻഷുറൻസിന് അതിന് ഇത്ര പെർസെന്റേജ് വരും. അപ്പൊ ഈ ഒരു പാനല് വീട്ടില് സെറ്റ് ചെയ്യാനായിട്ട് അതിപ്പോ എത്ര വാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 5 കിലോ വാട്ട് 3 കിലോ വാട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു എത്ര രൂപ വരും ഏകദേശം? 2,20,000 രൂപ ടോട്ടൽ കോസ്റ്റ് വരും. അതിൽ 78,000 രൂപ സബ്സിഡിയും കഴിച്ചപ്പോ ബാക്കി എത്ര വരും? 1,42,000 രൂപ.